ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുണ്ട്. സുഗതനെതിരെ എടുത്തിട്ടുള്ള ഒരു കേസ് പോലും അതിൽ യുക്തിസഹമായിട്ടുള്ള വളരെ മാന്യമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ആ എല്ലാ കേസിലും സുഗതൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന കേസുകളാണ്. പിന്നെ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് അനാവശ്യമാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തെ കുറച്ച് ദിവസം ജയിലിലിടാൻ ഇവരുടെ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ MLA ആയി പോലും ജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അവരുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തോൽക്കുന്നു, അവരുടെ സീനിയർ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അംഗം തോൽക്കുന്നു, മുൻ മേയറായിരുന്ന VK പ്രശാന്ത് തോൽക്കുന്നു. അങ്ങനെ CPMന്റെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നാളിലൊക്കെ സത്യത്തെ മൂടി വെക്കാൻ എല്ലാവർക്കും സാധിക്കും. മമ്മൂട്ടി ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഒരുപാട് കാലം ഒരിടത്തും സത്യത്തെ മൂടി വെക്കാൻ സാധിക്കില്ല. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ വില കുറഞ്ഞ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെയും ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ പിടിച്ചു കെട്ടും. ഒരു സംശയം വേണ്ട. അതിൻ്റെ തുടക്കം സുഗതനിലൂടെ ആയിരിക്കും. അത് ഞങ്ങൾ പിടിച്ചു കെട്ടിയിരിക്കും. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലർ സുഗതന് തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അതായത് ഇന്നലെയാണ് സുഗതനെതിരെ കാപ്പ കേസ് ചുമത്തിയതിന് ആഭ്യന്തര സെക്രട്ടറി അംഗീകാരം നൽകിയത്. ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് യുവമോർച്ചയുടെ സംസ്ഥാന നേതാവായ S. നന്ദു. BJPക്ക് വലിയ തിരിച്ചടിയാണ്. കാപ്പ കേസിന് ആഭ്യന്തര സെക്രട്ടറി അംഗീകാരം നൽകിയിരിക്കുകയാണ്. അല്ല, സ്വാഭാവികമായും ഇതൊരു പൊളിറ്റിക്കൽ കേസാവുമ്പോൾ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ പാർട്ടി, എതിർ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്ന ഒരാളുടെ കേസ് കാപ്പ കേസിലേക്ക് വരുമ്പോൾ അതിന് ആഭ്യന്തര സെക്രട്ടറി അനുമതി കൊടുക്കുന്നതൊന്നൊരു പുതിയ കാര്യമൊന്നുമല്ലല്ലോ. അത് സ്വാഭാവികമായിട്ട് അത് പൊളിറ്റിക്കലാണ്. അതവർ പൊളിറ്റിക്കൽ തീരുമാനത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. അതവർ പൊളിറ്റിക്കൽ തീരുമാനത്തിൻ്റെ ഭാഗമായി ചെയ്തോട്ടെ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് രാജ്യത്തെ കോടതികളിൽ വിശ്വാസമുണ്ട്. സുഗതനെതിരെ എടുത്തിട്ടുള്ള ഒരു കേസ് പോലും അതിൽ യുക്തിസഹമായിട്ടുള്ള വളരെ മാന്യമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ആ എല്ലാ കേസിലും സുഗതൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കപ്പെടുന്ന കേസുകളാണ്. അങ്ങനെയുള്ള കേസുകളുടെ പേരിൽ അയാൾക്കെതിരെ കാപ്പ എടുത്തിട്ടുള്ള പോലീസിനെയും അതുപോലെ തന്നെ ഏത് സംവിധാനത്തെയാണോ കോടതിയുടെ മുന്നിൽ ഞങ്ങൾക്ക് കൃത്യമായി തുറന്നു കാട്ടേണ്ടത് ആ സംവിധാനങ്ങളെല്ലാം കോടതികളുടെ മുന്നിൽ തുറന്നു കാട്ടാമെന്നുള്ള വളരെ വലിയ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ഒരു തിരിച്ചടിയും നേരിട്ടിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ തീർച്ചയായിട്ടും അത് ഏത് തരത്തിലാണെങ്കിലും ശരി ഞങ്ങൾ ആ നിലപാട് കോടതിയുടെ മുന്നിൽ നിശ്ചയമായും അത് തെളിയിക്കാൻ കഴിയുന്ന ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഈ വിഷയം. ആയിരുന്നു സത്യപ്രതിജ്ഞ ചെയ്യേണ്ടിയിരുന്നത്. അത് സാധിച്ചില്ല. ഇനി എപ്പോഴാണ് എന്നുള്ളതാണ്. കാരണം ഒരു സ്വതന്ത്രന്റെ പിൻബലത്തിലാണ് BJP നഗരസഭ ഭരിക്കുന്നത്. അല്ല, ഇപ്പോൾ സ്വാഭാവികമായും വിയൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ഒരാളെ നമുക്ക് കൊണ്ടുവന്ന് ഒരു സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പോയി ബലമായി പിടിച്ചുകൊണ്ട് വരാനൊന്നും പറ്റില്ലല്ലോ. അതിന് കോടതിയാണ് അദ്ദേഹത്തിനോട് സത്യപ്രതിജ്ഞ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്. സ്വാഭാവികമായും ഹൈക്കോടതിയുടെ ഒരു അംഗീകാരം കൂടി തേടിക്കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവന്ന് സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നു. ഇപ്പോൾ ഒട്ടേറെ സംസ്ഥാനങ്ങളിലും കേരളത്തിലടക്കം ജയിലിൽ കിടന്ന പലരും MLA-മാരും മന്ത്രിമാരുമായിട്ടൊക്കെ സത്യപ്രതിജ്ഞ ഇട്ടിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികം ഇതൊന്നൊരു പുതിയ കാര്യമല്ല. പിന്നെ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് അനാവശ്യമാണ്, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതിനപ്പുറത്ത് ഇപ്പോൾ താൽക്കാലികമായി അദ്ദേഹത്തെ കുറച്ച് ദിവസം ജയിലിലിടാൻ ഇവരുടെ രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് സാധിക്കുന്നുണ്ട്. അതിനപ്പുറം അദ്ദേഹത്തിനെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും ഈ കേസുകൾ പര്യാപ്തമല്ല എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് കൃത്യമായി അറിയാം. ആ അറിവുള്ള രാഷ്ട്രീയ നേതൃത്വം കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം വാഴോട്ട് കോണത്തെ കൗൺസിലർ ജയിലിൽ കിടക്കട്ടെ, അതിൻ്റെ പേരിൽ കുറച്ച് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം എന്ന് പറയുന്നതിനപ്പുറത്ത് ഇതിനകത്ത് യാതൊരുവിധ രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടിക്കും സാധ്യതയുമില്ല, സ്കോപ്പുമില്ല. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഈ ഭരണം കിട്ടാതെ വന്നപ്പോൾ CPMനുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു അങ്കലാപ്പുണ്ട്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ കൊച്ചു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചൊരു കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അതായത് മുന്തിരി കിട്ടാതെ വരുമ്പോൾ കുറുക്കൻ താഴെ നിന്നിട്ട് വരുന്നവരോടെല്ലാം പറയും മുന്തിരി പുളിപ്പാണ്, അതുകൊണ്ട് കഴിക്കാൻ കൊള്ളൂല എന്ന് പറയുന്നത് മാതിരി എങ്ങനെ ഈ നഗരസഭയ്ക്കെതിരായിട്ട് നിൽക്കാം എന്നുള്ളതിനെക്കുറിച്ച് വലിയ രീതിയിൽ ഗവേഷണം നടത്തുന്ന ഒരു സംവിധാനം ഇവിടെ അധികാരം നഷ്ടപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന CPM. നിങ്ങൾ നോക്കൂ, തിരുവനന്തപുരം കോർപ്പറേഷൻ 45 വർഷം ഭരിച്ച CPMന് തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ MLA ആയി പോലും ജയിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. അവരുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തോൽക്കുന്നു, അവരുടെ സീനിയർ ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അംഗം തോൽക്കുന്നു, മുൻ മേയറായിരുന്ന VK പ്രശാന്ത് തോൽക്കുന്നു. അങ്ങനെ CPMന്റെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നിടത്ത് നിന്ന് എങ്ങനെ ആ പ്രതിച്ഛായ തിരിച്ചു പിടിക്കുക? അതിനാകെ പറ്റുന്നത് ഇത്തരം ഗുണ്ടായുസങ്ങളാണ് അവർക്ക് വശമുള്ളത്. ആ ഗുണ്ടായുസം അവർ ചെയ്യുന്നു. അതിന് നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. ഞങ്ങൾക്കൊരു തരത്തിലുള്ള തിരിച്ചടിയില്ല. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് സുഗതൻ ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൂടാതെ ഈ കാപ്പ കേസിൽ നിന്നും അല്ലെങ്കിൽ ഇളവ് നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാപ്പ ബോർഡിനെയും സമീപിക്കുന്നു. ഇതിലൊന്നും തന്നെ യാതൊരുവിധ ഇളവും നൽകിയില്ല എങ്കിൽ ഹൈക്കോടതിയും കാപ്പ ബോർഡും ഒന്നും തന്നെ പരിഗണിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യമാണ്.
അല്ല, പരിഗണിക്കുമെന്നുള്ള കാര്യത്തിൽ 1% പോലും നമുക്ക് സംശയമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സുഗതൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന കാപ്പ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്ന 2 കേസുകൾ, ഒന്ന് MLA VK പ്രശാന്ത് അനധികൃതമായി നടത്താൻ ശ്രമിച്ച ഒരു ഉദ്ഘാടനം ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തടഞ്ഞതിനാണ്. അത് ഞങ്ങൾക്ക് കോടതിയിൽ ബോധിപ്പിക്കാൻ സാധിക്കും. അദ്ദേഹത്തെ കൈകയറ്റം ചെയ്തു എന്നാണ് കേസ്. അദ്ദേഹത്തെ കൈകയറ്റം ചെയ്യാൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ വേദിയുടെ 7 അയലോക്കത്ത് സുഗതൻ ഇല്ലായിരുന്നു എന്ന് തെളിയിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അവിടെ പോലീസിൻ്റെ കണ്ടോൺമെൻറ്റ് ASയുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ മറികടന്നാണ് ഇത് കൈയേറ്റം ചെയ്തതെന്ന് ഇവർക്ക് തെളിയിക്കേണ്ടി വരും. അപ്പോൾ അത് ഒരു കേസ്. അത് രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ പറയുന്നത് മാതിരി ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവത്തിനിടയിൽ നടന്നൊരു സംഘർഷത്തിൽ സുഗതനെ പ്രതിയാക്കിയതാണ്. ആ വിഷയത്തിൽ സുഗതൻ അനുകൂലമായി തെളിവുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇവർ കെട്ടിച്ചമച്ച VK പ്രശാന്തും VK പ്രശാന്തിൻ്റെ അടിമയായിട്ടുള്ള ഒരു വിപിനും ചേർന്ന് കെട്ടിച്ചമച്ച 2 കേസുകൾ കൂടി വെച്ചുകൊണ്ടാണ് ഇവർ കാപ്പയ്ക്ക് പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് മാന്യമായ നീതി, നമുക്ക് യുക്തമായ നീതി കിട്ടേണ്ടതുണ്ട്. ആ നീതി കൃത്യമായി കോടതികളിൽ നിന്ന് കിട്ടും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ നീതി വാങ്ങിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തും. ഒരു സംശയവും വേണ്ട അതില്ല. അത് ഞങ്ങൾ നടത്തും, ഞങ്ങൾ വിജയിക്കും. സത്യത്തിൻ്റെ മുഖം കുറച്ച് നാളിലൊക്കെ സത്യത്തെ മൂടി വെക്കാൻ എല്ലാവർക്കും സാധിക്കും. മമ്മൂട്ടി ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഒരുപാട് കാലം ഒരിടത്തും സത്യത്തെ മൂടി വെക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ 10 പതിറ്റാണ്ടുകൾ ഇവർ നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരം നഗരസഭയിലും കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലും BJP ജയിച്ചു കയറിയത് ഇവരുടെ 10 പതിറ്റാണ്ടുകളായ കള്ളപ്രചരണങ്ങളെ പൊളിച്ചടിക്കൊണ്ടാണ്. അതുപോലെ ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നെറികെട്ട രാഷ്ട്രീയം, പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഈ വില കുറഞ്ഞ രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെയും ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ പിടിച്ചു കെട്ടും. ഒരു സംശയം വേണ്ട. അതിൻ്റെ തുടക്കം സുഗതനിലൂടെ ആയിരിക്കും. അത് ഞങ്ങൾ പിടിച്ചു കെട്ടിയിരിക്കും. എന്തായാലും വളരെ നന്ദി. യുവമോർച്ചയുടെ സംസ്ഥാന നേതാവ് S. നന്ദു ആണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും നമുക്ക് നിലവിലിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാപ്പ ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് സുഗതൻ കാപ്പ ബോർഡിനെ സമീപിക്കാൻ ഒരുങ്ങുന്നു. അതുകൂടാതെ സത്യപ്രതിജ്ഞ വീണ്ടും നടത്തണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയും സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത്. ഇതിൽ പ്രധാനമായും ഉയർന്നു വരുന്ന ആശങ്ക, അതായത് കാപ്പ ഇളവ് ഇനി നൽകിയില്ലെങ്കിൽ സുഗതൻ എന്ത് ചെയ്യും? അതുകൂടാതെ തിരുവനന്തപുരം നഗരസഭയിലെ BJP ഭരണകൂടം എന്ത് ചെയ്യും? കാരണം ഒരു സ്വതന്ത്രൻ്റെ പിൻബലത്തിലാണ് നിലവിലിപ്പോൾ നഗരസഭ BJP ഭരിക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.